അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഷമ്മാസ് പുത്തൻ വീട് തറവാട്ടിലേക്ക് കയറി വരുമ്പോഴേക്കും സൗദ എത്തി. എന്നാൽ പെട്ടെന്ന് ഷമ്മാസ് ചോദിച്ചു, നുസൈബയുടെ? അവൻ്റെ ശബ്ദം അല്പം ഉച്ചത്തിലായിരുന്നു. ഒരു നിമിഷം സൗദ ഞെട്ടി. നുസൈബ അടുക്കളയിലാണ്. അവൻ ഒന്നും പറയാതെ അകത്തേക്ക് കയറി. അപ്പോഴേക്കും ഉമ്മ, മോനെ മോനെ വിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ ഷോപ്പിലേക്ക് പോവാണ്, എനിക്ക് പെട്ടെന്ന് ഇറങ്ങണം. അല്ല മോനെ, നീ ഭക്ഷണം കഴിച്ചോ? ആ കഴിച്ചു, ഞാൻ പോവാണ്. എന്താ മോനെ ഇങ്ങനെ? ഷമ്മാസ് അല്പം ദേഷ്യത്തോടെയായിരുന്നു അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഉമ്മ നേരെ നുസൈബയുടെ അരികിലേക്ക്. അല്ല, എന്തി ഷാമോൻ എന്താ പെട്ടെന്ന് പോകുന്നത്? അറിയില്ലുമ്മ. എന്നാൽ ഒന്നും തന്നെ ഷാമോൻ പറയാതെ നേരെ ഷോപ്പിലേക്ക് പോകുന്നു. വളരെയധികം സ്പീഡിലാണ് അവൻ കാറോടിച്ചു കൊണ്ട് പോകുന്നത്. എന്നാൽ ഈ സമയം പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് ഐഷുമ്മ വിചാരിച്ചു, പടച്ച റബ്ബേ, തേങ്ങ ഇടുന്ന ആളെ ഞാൻ വിളിച്ചിക്കണ്. ഓൻ തന്നെ വരാൻ പറഞ്ഞത് വിളിച്ചിട്ട്. ഒക്കെ അവിടെ ഇട്ട് കൂട്ടിച്ചിക്കണമെന്നല്ലാതെ ഒരു കുട്ടി ഇനിയിപ്പോൾ അവന്ന് എടുത്തേക്കാനൊന്നും കൂടിയിട്ടില്ല. ഷാമോനിപ്പോൾ എന്തൊന്നും മുണ്ടാതെ പോയത്. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നേരം വൈകി വന്നാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എന്താന്ന് അവൻ്റെ കുട്ടിക്ക് പറ്റിയത്. എന്നാൽ ഷമ്മാസ് പോയ വഴിയിൽ സൗദ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സൗദ അവിടെ നിൽക്കണേ? ഐഷുമ്മയുടെ വാക്കുകൾ കേട്ട് സൗദ പറഞ്ഞു, ഒന്നുമില്ല, ഷാമോൻ എന്താ വേഗം പോയത്? ഷാമോന് വേഗം വന്നാലും വേഗം പോയാലും ഇൻ്റെ ആളിപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നവാസ് അവിടേക്ക് പോയി വന്നു എന്ന് ചോദിച്ചിട്ടില്ലല്ലോ. നവാസ്ക്ക് പിന്നെ ഇങ്ങോട്ട് വരുമല്ലോ ഷാമോന്. എന്നാലേ ഞാൻ ഒരു കാര്യം പറയാം. പിന്നെ ഏതായാലും നവാസ് ഇനിയിപ്പോൾ അങ്ങോട്ട് ഫസീലാൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് പോയിക്കോട്ടെ. ഓൻ പറയേണ്ട 2 ദിവസത്തിനുള്ളിൽ എനിക്ക് പോകണം എന്നുള്ളതാണ്. കാരണം നാളെയാണ് ഓന് പോകേണ്ട ദിവസം. ഇനിയിപ്പോൾ എന്താ കാട്ടേണ്ടത്? ഇനിയിപ്പോൾ നജ്ജും തഞ്ഞ് കുറച്ചെണ്ണം എൻ്റെ പെരയ്ക്ക് നിൽക്കാൻ പോയിക്കോ, അതല്ലേ കാരം നല്ലത്. എന്താ വേണ്ടിയത്? പെരയ്ക്ക് നിൽക്കാനോ? ഞാനോ? എന്താ അമ്മ നിങ്ങൾക്ക്? ഞാനിവിടെ ഇവിടെ നിന്നോളാം, അല്ലെങ്കിൽ തന്നെ കയ്യും കാലും കുഴഞ്ഞിട്ട് നിൽക്കാൻ വയ്യ. പോത്ത് ഇന്നെ പെരയ്ക്ക് പറഞ്ഞേക്കുക. എന്നാൽ അതാ ഷമ്മാസിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഒരു ശ്രദ്ധ അവൾക്ക് ഉണ്ട് എന്ന് തോന്നിയിട്ട് തന്നെയായിരുന്നു ഐഷുമ്മ അത് പറഞ്ഞത്. എന്നാൽ അവൾ കൂട്ടാക്കിയില്ല അതിന് വേണ്ടിയിട്ട്. ഈ സമയം മൊബൈൽ ഷോപ്പിലേക്കുള്ള ആ യാത്രയിൽ നല്ല പെരുമഴയാണ് പെയ്യുന്നത്. ഷമ്മാസിൻ്റെ കണ്ണുകളിൽ റോഡിന് കാഴ്ചകളായിരുന്നില്ല, പകരം ഭാവിയെക്കുറിച്ചുള്ള കരിനിഴലുകളായിരുന്നു. വളരെയധികം സ്പീഡിൽ അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ ഒരുപാട് ഭാരങ്ങൾ. ഹൃദയം ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടതുപോലെ ഉലയുന്നു. എപ്പോഴും കാതുകളിൽ മുഹ്സിൻ തങ്ങൾ പറഞ്ഞ വാക്കുകൾ മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. ഷമ്മാസേ, ആ സൗദ എത്രയോ പെട്ടെന്ന് വിശ്വസിക്കരുത് കേട്ടോ. അവളെ ഭയക്കണം, കാരണം നിൻ്റെ ഭാവിയാണ് അതിന് വലിയൊരു പ്രശ്നമാവുന്നത്. അന്ന് ആ വാക്കുകൾ അത്ര മുഖവിലക്കെടുത്തില്ല. അനാവശ്യമായ പേടിയാണെന്ന് കരുതി തള്ളിക്കളഞ്ഞു. എന്നാൽ ഇന്ന് അതിൻ്റെയൊക്കെ പകരമായി താൻ എന്തൊക്കെയോ അനുഭവിക്കാൻ പോകുന്നു എന്ന ഭയം അവനെ വല്ലാതെ പിടികൂടിയിരുന്നു. അവളുടെ ഒരു വിളവും തന്ത്രങ്ങളും തൻ്റെ അടുത്ത് വില പോവില്ലെന്ന് ഉറപ്പാണ്. എങ്കിലും സൗദിയെ ഭയക്കുക തന്നെ വേണം. തങ്ങൾ അന്ന് സൂചിപ്പിച്ചതുപോലെ ബുദ്ധിക്കുറവുണ്ടെന്ന അഭിനയമാണ് അവളുടെ ഏറ്റവും വലിയ ആയുധം. ആ നിമിഷത്തെ ദേഷ്യത്തിൽ കയ്യൊങ്ങിപ്പോയാൽ തീർന്നു. സുഖമില്ലാത്ത കുട്ടിയെ തല്ലി എന്ന പേരിൽ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പീഡന കുറ്റങ്ങൾ ചുമത്തി കേസിൽ കൊടുക്കും. അവൻ ആ യാത്രയിൽ നെടുവീർപ്പിടുമ്പോൾ ഷമ്മാസിൻ്റെ മനസ്സ് ജ്യേഷ്ഠ നവാസ്കയിലേക്ക് പോയി. പാവൻ നവാസ്ക, സ്വന്തം ഭാര്യ ഗർഭിണിയായ സമയത്ത് പീഡിപ്പിച്ചു എന്ന കള്ളക്കഥ ഉണ്ടാക്കിയതല്ലേ അവർ അദ്ദേഹത്തെ ജയിലിലടച്ചത്. ആ ഓർമ്മകളിൽ ഷമ്മാസിൻ്റെ ഉള്ളൊന്ന് വിറച്ചു. ഇനിയിപ്പോൾ അടുത്ത ഇര താനാണോ? ബുദ്ധിയില്ലാത്ത കന്യകയെ പീഡിപ്പിച്ചു എന്നൊരു പച്ചക്കള്ളം അവർ കോടതിയിൽ പറഞ്ഞാൽ ഈ നിയമവ്യവസ്ഥയുടെ മുന്നിൽ താൻ എങ്ങനെ നിരപരാധിത്വം തെളിയിക്കും? എന്താ റബ്ബേ ഞാൻ ചെയ്യാ? എനിക്കറിയില്ല. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നൊന്നും കോടതി നോക്കില്ല. സ്ത്രീകൾ എന്ത് പറയുന്നോ അതാണ് ഇവിടുത്തെ നിയമം അംഗീകരിക്കുന്നത്. അവർക്ക് മാത്രം സപ്പോർട്ട് നിൽക്കുന്ന ഒരു ലോകമാണിത്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ബോധം അവനിൽ ശക്തമായി. അതെ, ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാലേ വലിയ പ്രശ്നങ്ങളായി തീരും. ഇനി ഒരേ ഒരു വഴി മാത്രമാണ് തൻ്റെ മുമ്പിൽ ഉള്ളത്. അവൻ്റെ മുമ്പിൽ ഒരു വഴി തെളിഞ്ഞു. മലേഷ്യയിലേക്ക് തിരിച്ചു പോവുക. അവിടെ മൊബൈൽ ഷോപ്പിൽ നിന്ന് നിർത്തിപ്പോന്നതാണെങ്കിലും അവിടുത്തെ മൊബൈലിനെ കുറിച്ചുള്ള എൻജിനീയറിങ്ങും കാര്യങ്ങളും എല്ലാം പഠിച്ച്
അവിടെ മാനേജറായി നിന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം നിർത്തി ഇവിടെ ഷോപ്പിട്ടു. അതിന് പകരമായി അതെ, മൊബൈൽ എഞ്ചിനീയറിങ്ങും കാര്യങ്ങളും അതെല്ലാം IT മേഖലയിലാണ് ഷമ്മാസ് പഠിച്ചിരുന്നത്. അവിടെ തന്നെ മാനേജറായിട്ട് ജോലിയും ലഭിച്ചിരുന്നു. പക്ഷേ പിന്നെ നാട്ടിലേക്ക് വന്നതാണ്. കാരണം ഉമ്മയുടെ കൂടെ നിന്നിട്ട് കുറേ ആയിരുന്നു. പിന്നെ ഇവിടെ തന്നെ സെറ്റിൽഡ് ആണെന്ന് വിചാരിച്ച് നിന്നു. അതുകൊണ്ട് തന്നെ 2 ഷോപ്പും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് വളരെയധികം മനോഹരമായിട്ട് ഉഷാറായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പോരാത്തതിന് സ്ഥലത്തിൻ്റെയും ഒക്കെ വരുമാനം അതും കിട്ടുന്നുണ്ട്. പക്ഷേ ഇതൊരിക്കലും പണത്തിന് വേണ്ടിയല്ല, മറിച്ച് തൻ്റെ വീട്ടുകാർക്കും തൻ്റെ ഉമ്മാക്കും നവാസ്കൊക്കെ ഒരിക്കൽ പോലും എന്നോട് വെറുപ്പുണ്ടാവരുത്, അതിന് വേണ്ടിയിട്ട്. എങ്കിലും എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോഴും വിളിക്കുന്നുണ്ട്. അതെ എടാ ഷമ്മാസ്, നീ എന്താ അവിടെ നാട്ടിൽ സെറ്റായത്? ഷോപ്പിട്ടത് ഓക്കെ, പക്ഷേ ഇവിടെ നല്ല സാലറിയാണ്. അവിടെ മാനേജിങ് പോസ്റ്റിലേക്ക് ഒഴിവുകളുണ്ട്. നിന്നെയൊക്കെ വീണ്ടും വീണ്ടും ക്ഷണിച്ചതാണ്. നീ എന്താ ഇങ്ങനെ? ഇവിടുത്തെ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം നിനക്കറിയുന്നതല്ലേ, പിന്നെന്താ നീ വരാത്തത്? എടാ, കുടുംബത്തോടൊപ്പം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷ സമാധാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത്. എന്നാൽ തൻ്റെ കൂട്ടുകാർ വിളിച്ച ആ ഒരു വിളികൾ അവൻ ഓർത്തു. അതുതന്നെ ആയിരിക്കും നല്ലത്. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയാണത്. ആ ഫീൽഡിൽ പഠിച്ചു വളർന്നത് കൊണ്ട് തന്നെ മാനേജറോ അസിസ്റ്റൻ്റ് മാനേജറായി കയറാൻ അവന് വലിയ ബുദ്ധിമുട്ടില്ല. അവിടുത്തെ കമ്പനി മാനേജർക്ക് ഷമ്മാസിന് അത്രയ്ക്ക് വിശ്വാസവുമാണ്. മുൻഗണനയും അവന് തന്നെയാണ്. പക്ഷേ മലേഷ്യയിലേക്ക് പോകാൻ വിസയും ടിക്കറ്റുമെല്ലാം ഞാൻ റെഡിയാക്കണം എന്ന് ചിന്തിക്കുമ്പോൾ ഉള്ളിൽ തന്നെ മനസ്സിൽ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു. ഉമ്മയെ പിരിഞ്ഞു പോവുക എന്നത് ആലോചിക്കാൻ വയ്യ. കാരണം എൻ്റെ ഉമ്മ എന്നെ അത്രയ്ക്ക് ജീവനാണ്. ഉമ്മാനെ എടുക്കെങ്കിലും കൊണ്ട് നടക്കാൻ എന്നെ ഉള്ളൂ വിളിക്കുക. മോനെ, ഷാമോനെ, അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നുമോൻ വാ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴായാലും ഷമ്മാസ് ഒരിക്കൽ പോലും എതിര് പറഞ്ഞിട്ടില്ല. ഉമ്മ പറഞ്ഞിടത്തേക്കെല്ലാം അതെ പോയിട്ടേ ഉള്ളൂ. ആലോചിക്കാൻ വയ്യ. എൻ്റെ ഉമ്മാക്ക് ഇനി ആര്? പിതാവിൻ്റെ മരണം അത് അപ്രതീക്ഷിതമായിരുന്നു. ഉപ്പയുടെ മരണത്തോടെ എല്ലാം നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചതാണ് എൻ്റെ ഉമ്മാക്ക്. എന്നാൽ ഉമ്മാക്ക് എന്നെ വലിയ ആശ്വാസമാണ് ഞാൻ കൂടെയുള്ളത്. ഞാൻ പോയി കഴിഞ്ഞാൽ ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അല്ലെങ്കിൽ അതിനൊക്കെ ആരായിരിക്കും? പിന്നെ എൻ്റെ നുസ്സി, എൻ്റെ ജീവനായ നുസ്സി, അവളെയൊക്കെ ഒറ്റക്കാക്കിയിട്ട് പോകുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. എൻ്റെ ഫാത്തിമ മോള് കണ്ട് കൊതി തീർന്നിട്ടില്ല. എന്നാൽ നവാസ്കാക്കൊരു പക്ഷേ വിഷമമുണ്ടാവും. സ്വന്തം ഭാര്യ കാരണം അനുജൻ നാട് വിടേണ്ടി വന്നു എന്നറിയുമ്പോൾ ജ്യേഷ്ഠൻ്റെ മനസ്സ് എത്രമാത്രം തകരും. പാവൻ നവാസ്ക. എങ്കിലും ഇവിടെ തുടർന്നാൽ ഒരു പക്ഷേ സൗദ വീട്ടിൽ നിന്ന് ഇനിയും വല്ല പ്രശ്നങ്ങളുണ്ടാക്കും. പിന്നെ അവസാനം ജ്യേഷ്ഠൻ്റെ ഭാര്യയെ ഇറക്കി വിട്ടു എന്ന പേരിൽ തനിക്കെതിരെ പുതിയൊരു കേസും ഫയൽ ചെയ്യുകയും ചെയ്തേക്കാം. അതോടെ തൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം പൂർണ്ണമായും തകരും. അൽഹംദുലില്ലാ, ഇത്രയും ദിവസം സമാധാനത്തോടെ ജീവിച്ചല്ലോ, ഇനി ഞാൻ മാറി നിൽക്കുക തന്നെ വേണം, ഷമ്മാസ് സ്വയം ഉറപ്പിച്ചു. അവൻ ഷോപ്പിലെത്തി. കുഞ്ഞു ഷോപ്പിലുണ്ടായിരുന്നു. ഷാമോൻക്ക, എന്ത് ലേറ്റായത്? ഒന്നുമില്ല മോനെ, ഞാൻ ആയിക്കോട്ടെ. എന്നാൽ ഷമ്മാസ് എന്നത്തെയും പോലെയല്ലായിരുന്നു അവൻ്റെ മുഖം. കുഞ്ഞു അത് ശ്രദ്ധിച്ചു. ഷമ്മാസ് ഇരിപ്പിടത്തിൽ നിന്ന് അല്പം കൂടി നിവർന്നിരുന്നു. അവനൊരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഈ നാട് വിട്ടു പോവുക എന്നത് അവന് തൻ്റെ കുടുംബത്തെ രക്ഷിക്കാനുള്ള ഒരേ ഒരു മാർഗമായിരുന്നു. കണ്ണീരൊഴുക്കാൻ സമയമില്ല. വിസയുടെ കാര്യങ്ങളും ടിക്കറ്റിൻ്റെ കാര്യങ്ങളും പെട്ടെന്ന് നോക്കണം. പുറത്ത് നല്ല പെരുമഴ പെയ്യുകയാണ്. ബിസിനസ് തകൃതിയായി നടക്കുകയാണ്. ഐഷാസ് മൊബൈൽസ് വേൾഡ് എന്ന വലിയ ഷോപ്പിലും അതിൻ്റെ ബ്രാഞ്ച് ഹിജാബീസ് എന്ന 2 ഔട്ട്ലെറ്റുകളും ആളൊഴിഞ്ഞ നേരമില്ല. ആയിഷമ്മയുടെ പേരിൻ്റെ ബലത്തിലും ഷമ്മാസിൻ്റെ കഠിനാധ്വാനത്തിലും പച്ചപിടിച്ച സ്ഥാപനങ്ങൾ. കൗണ്ടറുകളിൽ ക്യാഷ് കിലുങ്ങുന്നുണ്ട്. സ്റ്റാഫുകൾ ഓരോരുത്തരും കസ്റ്റമേഴ്സിനെ സൽക്കരിക്കുന്ന തിരക്കിലാണ്. എന്നാൽ ഈ ബഹളങ്ങൾക്കൊന്നിലും ഷമ്മാസിൻ്റെ മനസ്സിലെ കാർമേഘങ്ങളെ മാറ്റാൻ കഴിഞ്ഞില്ല. ഷോപ്പിലേക്ക് കയറി വന്നിരുന്നെങ്കിലും അവൻ ആരോടും ഒന്നും മിണ്ടിയില്ല. കസേരയിലേക്ക് ചാരിയിരുന്ന് ശൂന്യതയിലേക്ക് നോക്കുന്ന അവൻ്റെ മുഖത്ത് ഒരു കരിനിഴൽ പടർന്നിരുന്നു. കസ്റ്റമേഴ്സ് വന്ന് സംസാരിക്കുമ്പോൾ പോലും വെറുതെ ഒന്ന് മൂളുകയല്ലാതെ ആ ഒരു പഴയ ചുറുചുറുക്ക് അവനിലുണ്ടായിരുന്നില്ല. ഇത് ശ്രദ്ധിച്ച സ്റ്റാഫുകൾ തമ്മിൽ അടക്കം പറയാൻ തുടങ്ങി. എന്താടാ നമ്മുടെ ബോസിന് എന്ത് പറ്റിയത്? എന്താണാവോ? ആകൊരു മൂഡ് ഓഫ് ആണല്ലോ. എന്ത് പറ്റി? എന്താണാവോ?
ചിലരൊക്കെ അടുത്തു ചെന്ന് ധൈര്യം സംഭരിച്ച് ചോദിച്ചു. എന്നാൽ ബോസ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കൃത്രിമ ചിരിയോടെ ഷമ്മാസ് കൈമലർത്തി. ഹേയ്, ഒന്നുമില്ലടാ, നോ പ്രോബ്ലം, നിങ്ങൾ വർക്ക് നോക്കിക്കോ. എന്നാൽ ഷമ്മാസിനെ അടുത്തറിയാവുന്ന കുഞ്ഞുവിന് ആ മാറ്റം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവൻ പതുക്കെ ഷമ്മാസിൻ്റെ അരികിലേക്ക് ചെന്നു. ഷാമോൻക, എന്ത് പറ്റിയത്? മുഖം ആകെ വാടിയിരിക്കുന്നല്ലോ. ഷമ്മാസ് ഒരു നീണ്ട നെടുവീർപ്പോടെ കുഞ്ഞുവിനെ നോക്കി. കുഞ്ഞു, ഞാൻ ഓരോന്ന് ആലോചിക്കുകയായിരുന്നു. എന്ത് ആലോചിക്കുകയാണെന്ന് പറ ഷാമോൻക. അല്ലടാ, ഒന്ന് വിദേശ പര്യടനം നടത്തിയാലോ എന്ന് ആലോചിക്കുകയാ. ഞാൻ വീണ്ടും മലേഷ്യയിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. മലേഷ്യയിലേക്കോ? അത് കേട്ടുന്ന കുഞ്ഞുവിൻ്റെ ഉള്ളുന്ന കാളി. അവൻ വിശ്വസിക്കാനാവാതെ ചോദിച്ചു. ഷാമോൻക, നിങ്ങൾ പോയാൽ പെട്ടെന്നൊരു നിങ്ങളില്ലാതെ ഞാൻ ഈ ഷോപ്പ് എങ്ങനെ? നീ ഉണ്ടല്ലടാ അവിടെ. ഷമ്മാസ് അവൻ്റെ തോളിൽ കൈവച്ചു. നിന്നെ ഞാൻ ഇവിടുത്തെ മാനേജർ പോസ്റ്റിലേക്ക് ആക്കുകയാ. എന്താ, നിനക്ക് പറ്റില്ലേ? ഒരു നിമിഷം ഷാമോൻക, നിങ്ങളുണ്ടാകുമ്പോൾ ഉള്ള ധൈര്യം എനിക്ക് തനിയെ ഉണ്ടാകുമോ? നിങ്ങളെന്തിനാ ഇപ്പോൾ പെട്ടെന്ന് പോകുന്നത്? കുഞ്ഞുവിൻ്റെ ശബ്ദത്തിൽ പരിഭ്രമം നിഴലിച്ചു. എടാ, ഒന്ന് പോണം. കുറേ കാലമായില്ലേ ഇവിടെ തന്നെ നിൽക്കുന്നു. എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സുകളൊക്കെയും ഇപ്പോൾ വിളിക്കുന്നുണ്ട്. അവിടെ വലിയൊരു കമ്പനിയിൽ മെയിൻ മാനേജർ പോസ്റ്റിലേക്കാണ് വിളി. ഞാൻ ജസ്റ്റ് അവിടെ ഇരുന്ന് കാര്യങ്ങളൊന്ന് മാനേജ് ചെയ്താൽ മതി. കാരണം ഞാൻ അവിടെ നിന്ന് പഠിച്ചു വളർന്നത് കൊണ്ട് അവർക്ക് എന്നെയും അത്രയ്ക്ക് വിശ്വാസമാണ്. ഇത്രയും വർഷം ഞാനായിട്ട് ഒഴിഞ്ഞു മാറിയതാ. ഇനിയിപ്പോൾ അവിടെ തുടർന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് വരാം ഇൻഷാ അല്ലാ. എന്നാൽ കുഞ്ഞുവിൻ്റെ മനസ്സ് അപ്പോൾ ശാന്തമായില്ല. അവനടുത്ത് ആശങ്ക പങ്കുവെച്ചു. ഷാമോൻക, നിങ്ങളും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ പുത്തൻവീട് തറവാട്ടിലെ സ്ഥിതി എന്തായി തീരും? നവാസ്ക ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിങ്ങളിവിടെ ഉണ്ടാകേണ്ടതല്ലേ? നവാസ്കയും കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ അതും ജയിലിലേക്ക് എങ്ങനെ കൊണ്ടുപോയ പിന്നെ എന്തായിത്തീരും? അതൊന്നും സാരല്ലടാ. ഷമ്മാസ് അവനെ ആശ്വസിപ്പിച്ചു. നവാസ്കയൊക്കെ വൈകാതെ തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങും. അതിനുള്ള പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. നമ്മുടെ നജീബ് സാർ വന്ന് എല്ലാ തെളിവുകളും ശേഖരിച്ച് പോയിട്ടുണ്ടല്ലോ. സത്യം വൈകാതെ പുറത്തു വരും. നവാസ്ക തൽക്കാലം ഗൾഫിലേക്കൊന്നും പോകാതെ ഇവിടെ നിൽക്കട്ടെ. ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യട്ടെ. അതായിരിക്കും നല്ലത്. പിന്നെ ഈ ഷോപ്പും കാര്യങ്ങളും നോക്കാൻ നീയുണ്ടല്ലോ. അല്പനേരം രണ്ടുപേരും മൗനമായി ഇരുന്നു. കുഞ്ഞുവിൻ്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കി പറഞ്ഞു. എന്നാൽ അതിനിടയിൽ നിൻ്റെ കല്യാണത്തിൻ്റെ കാര്യം കൂടെ ഒന്ന് നടന്ന് കാണുന്നുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. പോകുന്നതിന് മുമ്പ് അതാ ഉമ്മ എന്നോട് ചിലതൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു. നിൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ചും ഇതിന് തടസ്സം നിൽക്കുന്നത് ആരാണെന്നതിനെക്കുറിച്ചും ഒരു അന്വേഷണം നടത്തണം ഇൻഷാ അല്ലാ. അതൊക്കെ എൻ്റെ മനസ്സിലെ വലിയ സ്വപ്നങ്ങളാണ്. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിൻ്റെ കല്യാണമൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയാൽ മനസ്സിന് വല്ലാത്തൊരു റാഹത്തായിരിക്കും. ഷമ്മാസിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ കുഞ്ഞുവിൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു. എന്താ ഷാമോൻക നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നത്? ഇത് പെട്ടെന്നൊരു പോക്ക് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഒന്നുമില്ലടാ, പോയേ തീരൂ. പോകാതിരിക്കാൻ ഇനി എനിക്ക് പറ്റില്ല. ഷമ്മാസ് ദൂരേക്ക് നോക്കി പറഞ്ഞു. കുഞ്ഞുവിൻ്റെ ഹൃദയം തകരുകയായിരുന്നു. തൻ്റെ ജ്യേഷ്ഠതുല്യനായ തനിക്ക് തണലായി നിന്ന മനുഷ്യൻ പെട്ടെന്ന് നാട് വിട്ടു പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ഏതനിയനാണ് സങ്കടം വരാത്തത്? അപ്പോഴാണ് കുഞ്ഞു ആ കാഴ്ച കണ്ടത്. സംസാരിക്കുന്നതിനിടയിൽ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഒരു തുള്ളി കണ്ണീർ കവിളിലൂടെ താഴെ കൊലിച്ചിറങ്ങി. എത്ര ഒളിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടും ആ സങ്കടം പുറത്തു ചാടി. താൻ കാരണം കുടുംബത്തിനൊരു ആപത്തും വരാതിരിക്കാൻ ഒരു പുരുഷനെടുക്കുന്ന ഏറ്റവും വേദനയേറിയ തീരുമാനമായിരുന്നു അത്. ഷമ്മാസ് കുഞ്ഞുവിൻ്റെ കൈകൾ മുറുകെ പിടിച്ചു. കുഞ്ഞു, നീ ഏറ്റെടുക്കണം ഈ കുടുംബത്തെ കേട്ടോ. ഷോപ്പുകളും ബിസിനസ്സൊക്കെ നീ വേണം ഇനി മാനേജ് ചെയ്യാൻ. നവാസ്ക വൈകാതെ വരും. അതെ, നവാസ്കയെ ഇനി കുറച്ച് ദിവസത്തേക്ക് വിടുന്നില്ല. ഇനി ബിസിനസ്സൊക്കെ നവാസ്ക ഇവിടെ ഇരുന്ന് മാനേജ് ചെയ്യട്ടെ. ഷമ്മാസിൻ്റെ ആ വാക്കുകളിൽ ഒരു വലിയ വേർപാടിൻ്റെ വേദനയും അതിലൊരു വലിയ കുടുംബസ്നേഹത്തിൻ്റെയും കഥയും ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഐഷാസ് മൊബൈൽസ് വേൾഡിലെ ആ തിരക്കുകൾക്കിടയിലും ആ രണ്ടുപേരുടെ കോണിൽ ലോകം നിശ്ചലമായതുപോലെ തോന്നി. ഷമ്മാസിൻ്റെ വിസയെക്കുറിച്ചായി. പിന്നെ അതെ, ഷമ്മാസിൻ്റെ വിസയും കുഞ്ഞുവിൻ്റെ കല്യാണാലോചനയുടെ രഹസ്യം അവൻ കണ്ടെത്തുന്നതുമായ
അതിനെക്കുറിച്ചുള്ള ചിന്തയായി പിന്നീട് ഷമ്മാസിൻ്റെ മനസ്സിൽ. കുഞ്ഞുവിൻ്റെ കണ്ണ് നിറഞ്ഞത് കണ്ടപ്പോൾ ഷമ്മാസിൻ്റെ മനസ്സിൽ സ്വന്തം സങ്കടങ്ങൾക്കപ്പുറം മറ്റൊരു ചിന്തയാണ് കടന്നു വന്നത്. തൻ്റെ യാത്രയ്ക്ക് മുമ്പ് പരിഹരിക്കേണ്ട വലിയൊരു കടമ്പ, തൻ്റെ ഉമ്മ കഴിഞ്ഞ ദിവസം ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്വം അവൻ ഓർത്തു. മോനെ ഷമ്മാസേ, നീ കുഞ്ഞുവിനെ വിളിച്ച് നല്ലോണം ഒന്ന് സംസാരിക്കണം. അവന് മിസ്രിയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന കാര്യവും പിന്നെ അവൾക്ക് വന്ന ആലോചനയെക്കുറിച്ചും നീ അറിഞ്ഞില്ലേ? അതൊന്ന് ചോദിച്ചറിയണം മോനെ. ഓളെ മറ്റാരോ കല്യാണം കഴിക്കാൻ കാത്തിരിക്കുന്നുണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞിരുന്നു. എൻ്റെ കുട്ടി ഒന്ന് അന്വേഷിക്കണം. അന്വേഷിച്ച് ഓളോട് കാര്യങ്ങൾ ഒന്ന് പറയണം. കാരണം അതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും സംഭവിച്ചാലേ ശരിയാവില്ലല്ലോ. ഉമ്മയുടെ ആ വാക്കുകൾ അവൻ്റെ കാതുകളിൽ വീണ്ടും മുഴങ്ങി. ഷമ്മാസ് കാര്യങ്ങൾ ഓരോന്നായി ചോദിച്ചറിഞ്ഞപ്പോൾ കുഞ്ഞുവിൻ്റെ ഉള്ളിലെ ഭയവും സങ്കടവും പുറത്തു വന്നു. കുഞ്ഞു ജീവനായി സ്നേഹിക്കുന്നത് മിസ്രിയെയാണ്. മിസ്രിക്കും കുഞ്ഞുവിനൊപ്പം ഒരു ജീവിതം മാത്രമേ മനസ്സിലുള്ളൂ. എന്നാൽ ആ ബന്ധത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നത് ഒരു വലിയ കോളേജ് പ്രിൻസിപ്പലാണ്. ഒന്നല്ല, ഒരുപാട് കോളേജുകളുടെ ഉടമയായ വലിയ സ്വാധീനമുള്ള ഒരു പ്രിൻസിപ്പൽ. അയാൾക്ക് മിസ്രിയെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം. അയാൾക്ക് മക്കളും ഭാര്യയും ഉണ്ടെന്നാണ് പുറം ലോകം അറിയുന്നത്. എന്നാൽ താൻ ഭാര്യയുമായി ഡൈവേഴ്സ് ആയതാണെന്ന് അയാൾ മിസ്രിയുടെ വീട്ടുകാരെ വിശ്വസിപ്പിച്ചിരുന്നത്. അതായത് മിസ്രിയുടെ ആങ്ങള വാഫിയെ. മിസ്രിക്ക് അയാളെ തീരെ കണ്ടുകൂടാ. പക്ഷേ ഒരു വലിയ വിവാഹവീരനെ പോലെ അയാൾ മിസ്രിയെ സ്വന്തമാക്കാൻ കുരുക്കൾ നീക്കുകയാണ്. അതിനിടയിലാണ് അയാൾ കുഞ്ഞുവിനെ ഫോണിൽ വിളിച്ച് ക്രൂരമായി ഭീഷണിപ്പെടുത്തിയതും. നീ എങ്ങാനും മിസ്രിയെ കല്യാണം കഴിക്കാൻ നോക്കിയാലേ പിന്നെ നീ ഭൂമുഖത്തുണ്ടാവില്ല. മാത്രമല്ല അവളും നിന്നെ അങ്ങ് തീർത്ത് കളയും. തൻ്റെ ജീവനേക്കാൾ മിസ്രിക്ക് എന്തെങ്കിലും അപായം വരുത്തുമോ എന്ന ഭയത്താലാണ് കുഞ്ഞു ആരോടും മിണ്ടാതെ പറയാതെ ഇത് നൊമ്പരം ഉള്ളിലൊതുക്കി നടന്നത്. എന്നാൽ ഷമ്മാസിൻ്റെ പുതിയ തീരുമാനം. കാര്യങ്ങൾ കേട്ടതോടെ ഷമ്മാസിൻ്റെ രക്തം തിളച്ചു. സ്വന്തം നാട് വിട്ടു പോകുന്നതിന് മുമ്പ് തൻ്റെ അനിയനെ പോലെയുള്ള കുഞ്ഞുവിൻ്റെ ജീവിതം സുരക്ഷിതമാക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് അവൻ ഉറപ്പിച്ചു. അവനിലെ ഭയം മാറി. ആ സ്ഥാനത്ത് ദൃഢനിശ്ചയം വന്നു നിറഞ്ഞു. ഷമ്മാസ് കുഞ്ഞുവിൻ്റെ തോളിൽ തട്ടി ധൈര്യം നൽകി. മോനെ കുഞ്ഞു, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. നമ്മളിങ്ങനെ നിന്നാൽ പറ്റില്ല, ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. നാളെ രാവിലെ തന്നെ നമുക്ക് ആദ്യത്തെ പരിപാടിയായ പ്രിൻസിപ്പളിനെ നേരിട്ട് കാണണം. കണ്ടിട്ട് 2 വർത്തമാനം പറയണം. നേരിട്ട് സംസാരിക്കാതെ ഇതിലൊരു തീരുമാനമാവില്ല. അവൻ തുടർന്നു. അവൻ ഭീഷണിയുമായി വീണ്ടും വന്നാൽ നമ്മൾ ആകെ പെടുന്ന അവസ്ഥയാവും. അതുകൊണ്ട് അയാൾക്ക് മിസ്രിയോട് വെറുമൊരു ദുർവാശിയാണ് എന്നുള്ളത് അറിയാം. അതെ, എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കണം എന്നുള്ള ചിന്ത. കുഞ്ഞുവും മിസ്രിയും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കൂ. അതിനു മുമ്പ് വാഫി ഉസ്താദിനെ വിളിച്ച് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും കൂടി ചോദിച്ചറിയണം. ഉസ്താദിനെ ഇതിൻ്റെ ബാക്കി വശങ്ങൾ അറിയാതിരിക്കില്ല. ഷമ്മാസിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ കുഞ്ഞുവിൻ്റെ മനസ്സിലേക്ക് ദിവസങ്ങൾക്ക് ശേഷം ഒരു പ്രകാശം വന്നതുപോലെ തോന്നി. നാളെ രാവിലെ നമ്മൾ ഫസ്റ്റ് ആ കാര്യം അന്വേഷിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് മതി ബാക്കി എല്ലാ കാര്യങ്ങളും. വൈകാതെ ഞാൻ മലേഷ്യയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിൻ്റെ ഈ കല്യാണക്കാര്യം എനിക്ക് റെഡിയാക്കണം. ഇൻഷാ അല്ലാ എല്ലാം റാഹത്താകും, ഷമ്മാസ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അങ്ങനെ സ്വന്തം മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം തൽക്കാലം മാറ്റിവെച്ച് കുഞ്ഞുവിൻ്റെ പ്രണയത്തിന് തണലാകാനും ആ വിവാഹവീരനായ പ്രിൻസിപ്പലിൻ്റെ മുഖം മൂടി അഴിക്കാനും വേണ്ടി ഷമ്മാസും കുഞ്ഞുവും യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. നാളത്തെ പുലരി പുത്തൻ തീരുമാനങ്ങളുടേതും പോരാട്ടത്തിൻ്റേതുമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവർ ഇരുവരും ഒന്നിച്ച് ഷോപ്പിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഷാമോൻക, ഇന്നിപ്പോൾ നമ്മൾ ഇത്ര പെട്ടെന്ന് എടാ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങുക, കുഴപ്പമില്ല. നമുക്ക് നാളെ കുറച്ച് പുലർച്ചെ തന്നെ പോകണം കേട്ടോ. സുബഹി നിസ്കരിച്ച് അങ്ങോട്ട് ഇറങ്ങാം അല്ലേ? അതായിരിക്കും നല്ലത്. അതിനു മുമ്പ് വാഫി ഉസ്താദിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മുടെ ഫൈസി ഉസ്താദിനോട് ചോദിച്ച കാര്യങ്ങളൊക്കെ അറിയാം. എന്തായാലും ഞാനൊന്ന് പള്ളിയിലേക്ക് പോട്ടെ. നീ ഷോപ്പ് അടച്ച് പോരുകയാണെങ്കിൽ അല്ല സ്റ്റാഫുകളൊക്കെ ഉണ്ടോ? നീ ഇപ്പോൾ ഇറങ്ങുന്നുണ്ടോ? ഇല്ല, സമയമായിട്ടില്ലല്ലോ. ആയിക്കോട്ടെ, ഞാൻ എന്നാൽ പള്ളിയിലേക്ക് പോകട്ടെ കേട്ടോ. പള്ളിയിലേക്ക് പോയിട്ട് നമ്മുടെ ഉസ്താദിനെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ചോദിച്ചറിയട്ടെ. നമുക്ക് പെട്ടെന്ന് ഇതിന് ഒരു തീരുമാനമാക്കണം, എന്നിട്ട് മതി ബാക്കി. എന്നാൽ കുഞ്ഞുവിൻ്റെ ആ ഹാജത്ത് വീട്ടണം എന്നത് മാത്രമായിരുന്നു ഷമ്മാസിൻ്റെ ലക്ഷ്യം. അവൻ നേരെ പോയത് അതാ പള്ളിയിലേക്കായിരുന്നു. ആ സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഷമ്മാസ് പള്ളിയുടെ വരാന്തയിലേക്ക് കയറി വരുന്നത് അവിടെ ഇരിക്കുകയായിരുന്ന ഫൈസി അത് കണ്ടു.
ഒരു നിമിഷം അത്ഭുതത്തോടെ എഴുന്നേറ്റു. അസ്സലാമു അലൈക്കും ഉസ്താദേ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഉസ്താദ് മറുപടി നൽകി. സ്നേഹത്തോടെ അവനെ പിടിച്ച് ആലിംഗനം ചെയ്തു. എന്താ ഷാമോനെ ഈ സമയത്ത്? എന്തെങ്കിലും വിശേഷമുണ്ടോ? മുഖത്തൊരു വല്ലായ്മ പോലെ. ഉസ്താദ് ആകുലതയോടെ കാര്യം തിരക്കി. ഉസ്താദേ, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഷമ്മാസ് ഗൗരവത്തോടെ ഉസ്താദിൻ്റെ അടുത്തിരുന്നു. നമ്മുടെ കുഞ്ഞുവിൻ്റെയും മിസ്രിയുടെയും വിവാഹാലോചനയെക്കുറിച്ചാണ് ഉസ്താദേ. രണ്ടുപേരും മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒന്നാണ് ഈ ബന്ധം. എൻ്റെ ഉമ്മയും എന്നോട് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു നമുക്ക് എല്ലാം നടത്തി കൊടുക്കണമെന്ന്. ഉമ്മയുടെ ആഗ്രഹം എനിക്ക് പൂർത്തിയാക്കണം. പക്ഷേ ഷമ്മാസ് അല്പം നിർത്തി. പക്ഷേ എന്താ ഷാമോനെ? കുഞ്ഞുവിനൊരു ഭീഷണിയുടെ കോൾ വന്നിരുന്നു ഉസ്താദേ. മിസ്രിയെ കല്യാണം കഴിച്ചാൽ ഈ ഭൂമുഖത്ത് നിന്ന് രണ്ടുപേരെ ഇല്ലാതാക്കുമെന്ന് അവൻ പറയുന്നത്. ഒരു വലിയ കോളേജ് പ്രിൻസിപ്പൽ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അയാളെ ഒന്ന് ഇറങ്ങിപ്പോയി നേരിട്ട് കാണണം. നേരിട്ട് കണ്ട് അയാളുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചറിയണം. ഇങ്ങനെ ഭയന്ന് ജീവിച്ചാൽ പറ്റില്ലല്ലോ. നമുക്ക് സമാധാനത്തോടു കൂടി ജീവിക്കണമെങ്കിൽ ആദ്യം അയാളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയണം. അതിനനുസരിച്ച് വേണം നീങ്ങാൻ. എന്താ ഉസ്താദ് നിങ്ങളുടെ അഭിപ്രായം? ഫൈസി ഉസ്താദ് താടിക്ക് കൈവച്ച് ആലോചിച്ചു. നീ പറഞ്ഞ് ശരിയാണ് ഷമ്മാസേ. കുഞ്ഞുവിൻ്റെയും മിസ്രിയുടെയും കല്യാണം നടക്കുന്നതിൽ എനിക്കും വലിയ സന്തോഷമേ ഉള്ളൂ. നീ ഒന്ന് നിൽക്ക്. മിസ്രിയുടെ ആങ്ങളയായ നമ്മുടെ വാഫി ഉസ്താദിനെ ഞാനിപ്പോൾ ഒന്ന് ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു നോക്കട്ടെ കേട്ടോ. അല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? ഒരു ബുദ്ധിമുട്ടില്ല. ഫൈസി ഉസ്താദ് ഉടൻ തന്നെ വാഫി ഉസ്താദിൻ്റെ ഫോണിൽ കണക്ട് ചെയ്തു. സ്പീക്കർ ഫോണിലിട്ട ആ സംഭാഷണം കേട്ട് ഷമ്മാസിൻ്റെ കൈകൾ ദേഷ്യം കൊണ്ട് തരിച്ചു. ഫോണിൻ്റെ മറുതലക്കിൽ നിന്ന് വാഫി ഉസ്താദിൻ്റെ ശബ്ദം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഹലോ ഫൈസി ഉസ്താദേ, ഞാനും വലിയൊരു സങ്കടത്തിലാണ്. ആ പ്രിൻസിപ്പൾ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. എനിക്ക് ഒരു സമാധാനവും തരുന്നില്ല അവന്. പെങ്ങളെ എനിക്ക് തന്നൂടെ? അവളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വേറെ ഭാര്യയും മക്കളൊക്കെ ഉള്ളതല്ലെന്ന്. ഞാൻ പലവട്ടം ചോദിച്ചതാണ്. അപ്പോൾ അയാൾ പറയുന്നത് അതൊക്കെ ഡിവോഴ്സ് തന്നെയാണ്. ഇപ്പോൾ അയാൾ തികച്ചും ഫ്രീ ആണത്രേ. മിസ്രിയെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് പിന്നാലെ നടക്കുന്നതെന്നാണ് പറയുന്നത്. വാഫി ഉസ്താദ് തുടർന്ന കാര്യങ്ങൾ ഷമ്മാസിനെ കൂടുതൽ അസ്വസ്ഥനാക്കി. പക്ഷേ എൻ്റെ ഉസ്താദെ, എന്നോട് അയാൾ പറഞ്ഞത്, പ്രിൻസിപ്പൾ പറഞ്ഞത്, എടാ ഇത്രയധികം കോളേജുകളും ഇത്രയധികം സ്വത്തും പണവും എനിക്കുണ്ടായിട്ടും നിനക്കെന്താ എന്നെ ബോധിക്കാത്തതെന്നാണ് ചോദിച്ചത്. അതിന് വാഫി ഉസ്താദ് നൽകിയ മറുപടി ഇതായിരുന്നു. പ്രിൻസിപ്പളെ, എൻ്റെ പെങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്വത്തോ പണമോ ഒന്നുമല്ല. അവൾക്ക് വേണ്ടത് സോലിയായ ഹയറായൊരു ജീവിതമാണ്. വേറെ മറ്റൊന്നും അവൾക്കറിയില്ല. അതിനെന്താ, അത് ഞാൻ കൊടുക്കുമല്ലോ. പ്രിൻസിപ്പൾ വിട്ടുകൊടുത്തില്ല. എന്നാലും പ്രിൻസിപ്പളെ, നിങ്ങളുടെ ഭാര്യ, അവളെയല്ലേ നിങ്ങൾ ഡൈവോഴ്സ് ചെയ്തെന്ന് പറയുന്നത്? നിങ്ങൾക്ക് 2 മക്കളുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടല്ലോ, വാഫി ഉസ്താദ് ഓർമ്മിപ്പിച്ചു. അതൊക്കെ അവരുടെ കൂടെയാണ്. അതൊന്നും നീ ഇപ്പോൾ ചിന്തിക്കേണ്ടതില്ല. അവർക്കുള്ള ചിലവിനുള്ള ക്യാഷൊക്കെ ഞാൻ കൃത്യമായി കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു പുതിയ ജീവിതത്തിലേക്കൊരു പെണ്ണിനെ വേണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മിസ്രിയുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് തറച്ചു കയറിപ്പോയി. അതുകൊണ്ട് എനിക്ക് അവളെ വേണം. അയാളുടെ ശബ്ദത്തിൽ ആർത്തി നിറഞ്ഞിരുന്നു. എന്നാൽ വാഫി ഉസ്താദ് ഉറച്ച സ്വരത്തിൽ തന്നെ മറുപടി നൽകി. അത് നടക്കില്ല പ്രിൻസിപ്പളെ. 2ാം കെട്ടുകാരനായ നിങ്ങളെ അംഗീകരിക്കാൻ എൻ്റെ പെങ്ങൾക്ക് കഴിയില്ല. അത് കേട്ടത് മറുതലയ്ക്കൽ പ്രിൻസിപ്പളിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അയാൾ അലറി, എന്താടാ, എനിക്ക് എന്ത് കുഴപ്പമുള്ളത്? എന്നെ കണ്ടിട്ട് 2ാം കെട്ടുകാരനാണ് നിനക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഭാര്യയും മക്കളൊക്കെ ഉള്ള ആളല്ലേ. ഒരിക്കൽ പോലും എൻ്റെ പെങ്ങൾക്ക് ഇതിന് തീരെ താല്പര്യമില്ല എന്ന് വാഫി ഉസ്താദ് വീണ്ടും ആവർത്തിച്ചു. ദേഷ്യം മൂത്ത പ്രിൻസിപ്പൾ ക്രൂരമായൊരു ഭീഷണി മുഴക്കിക്കൊണ്ടാണ് ഫോൺ കട്ട് ചെയ്തത്. എങ്കിൽ നീ നോക്കിക്കോടാ, നിങ്ങളുടെ വീട്ടിൽ ഒരൊറ്റൊന്നിനെയും ഞാൻ ബാക്കി വയ്ക്കില്ല. നിങ്ങളൊക്കെ ഞാൻ തീർത്ത് കളയും. അതെ, എൻ്റെ ആഗ്രഹം തല്ലിക്കെടുത്താൽ മാത്രം ഒരു പാവപ്പെട്ട വെറും ഉസ്താദായ നീ ആയോടാ? ശരിക്കും വാഫി ഉസ്താദ് ഫോണിൽ സംസാരിക്കുന്നത് അവർ കേട്ടിരുന്നു. ഫോൺ കട്ടായ ശേഷവും വാഫി ഉസ്താദ് ആകെ ടെൻഷൻ അടിച്ച് വിയർത്ത് കുളിച്ചിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഭയന്നു പോയ അവൻ്റെ അവസ്ഥ ഫോണിലൂടെ വ്യക്തമായിരുന്നു. ഫോൺ സംഭാഷണം അവസാനിച്ചപ്പോൾ ഷമ്മാസ് പള്ളിയുടെ തൂണിലേക്ക് നോക്കി ദൃഢതയോടെ കൈകൾ ചുരുട്ടിപ്പിടിച്ചു. പ്രിൻസിപ്പലിൻ്റെ കളി ഇനി തന്നോടാണെന്ന ഭാവം അവൻ്റെ കണ്ണുകളിൽ മിന്നിമറഞ്ഞു. നാളെ രാവിലെ പ്രിൻസിപ്പലിൻ്റെ കോളേജിലേക്ക് നേരിട്ട് ചെല്ലുമ്പോൾ അയാളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഷമ്മാസ്
ഒരു നിമിഷം ആശങ്കപ്പെട്ടു. എന്നാൽ നമ്മുടെ ഫൈസി ഉസ്താദ് പറഞ്ഞു, ഷാമോനെ ഇതാണ് അവസ്ഥ. ചില ആളുകൾ പിടിച്ച വാശിയായിരിക്കും. ഒരു പെണ്ണിൻ്റെ ഇഷ്ടം പോലും നോക്കില്ല. കാരണം ഒരു പെണ്ണിൻ്റെ ഇഷ്ടം എന്ന് വെച്ചാൽ അത് രണ്ടു പേർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ആ വിവാഹം വളരെയധികം സന്തോഷകരമായിരിക്കും. ഇത് ഒരാളുടെ ഇഷ്ടത്തിന് മാത്രം കൂട്ടുനിന്ന് മറ്റൊരു ചെറിയ പെണ്ണിനെ, അതും ഭാര്യയും മക്കളുള്ള ഒരാളെ കൊണ്ട് വിവാഹം കഴിക്കുക എന്ന് വെച്ചാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അയാൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും നമുക്ക് വേഗം കുഞ്ഞുവിൻ്റെയും മിസിരിയുടെയും കല്യാണം നടത്തണം. ഫൈസി ഉസ്താദും അതുതന്നെയാണ് പറഞ്ഞത്. എന്നാൽ ഷാമോൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നാളെ ഞങ്ങൾ നേരിട്ടൊന്ന് പോകുന്നുണ്ട്. എന്താ അയാളുടെ പ്ലാൻ എന്നറിയണമല്ലോ, ഒന്ന് അന്വേഷിക്കണമല്ലോ കാര്യത്തെക്കുറിച്ച്. അയാളുടെ ഫാമിലിയെക്കുറിച്ച് ആദ്യം അന്വേഷിക്കണം, എന്നിട്ട് അയാളുടെ അടുത്തേക്ക് നോക്കട്ടെ. എന്നാൽ ഫൈസി ഉസ്താദ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനും വരാം, എനിക്കും താല്പര്യമുണ്ട് ഈ കാര്യത്തിൽ. നമുക്ക് 3 പേർക്കും അന്വേഷിക്കാൻ പോകാം, അതല്ലേ നല്ലത്. അങ്ങനെ അതാ നമ്മുടെ ഫൈസി ഉസ്താദും കുഞ്ഞുവും ഷമ്മാസും നാളെ ഒരു പുതിയൊരു അന്വേഷണത്തിന് വേണ്ടി പോവുകയാണ്. അതെ, ആ പ്രിൻസിപ്പളിൻ്റെ നാട്ടിലേക്ക്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.